ഇന്നിപ്പോൾ ഏറ്റവും പ്രമുഖമായി നിൽക്കുന്നത് ഈ MDMA കേസിലെ പ്രതികൾ കോൺഗ്രസ് നേതാക്കന്മാരുമായി, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായുള്ള ഗാഢമായ ബന്ധം, അതിൻ്റെ ദൃശ്യങ്ങൾ. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞൊപ്പിച്ച് കടന്നുപോയത് 2023 നവകേരള സദസ്സിൽ പ്രതിഷേധങ്ങൾക്കിടെ മർദ്ദനമേറ്റ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ അറിയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതെന്ന്. പക്ഷേ 2021 മുതലേ PD സതീശനുമായി ഈ പ്രതികൾക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തെത്തി. മാത്രമല്ല, ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് പറയും പോലെ പുറപ്പെട്ടു, വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാം എന്ന് പറയും പോലെ. എങ്ങനെയാണ് 2023 നവകേരള സദസ്സിന് ശേഷം ബന്ധമുള്ള ആളുമായി 2021 മുതൽ ബന്ധം വരിക? അജിംഷാദെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് നിങ്ങളെല്ലാവരും ആരോപിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെന്ന് പറഞ്ഞ് NDMA കേസിൽ പ്രതിയായ ആളുകളെ പറ്റിയുള്ള വിശദീകരണം പ്രസ് മീറ്റിൽ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ അതുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഉള്ളൊരു ഫോട്ടോ എടുത്തു വെച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അങ്ങനെയല്ല സത്യത്തിൽ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ ആളുകളെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സന്ദർശിക്കും. അത് അന്ന് ഈ പറയുന്ന ആളുകൾ എങ്ങനത്തെ ആളുകളാണ് എന്നൊന്നും നമുക്ക് ചുഴിഞ്ഞു നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പലതരം ആളുകളും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ കണ്ടെന്നു അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വീടുകളിൽ എത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന ആരാണ് ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഈ ആളുകളെ പിടിച്ചിരിക്കുന്നത്? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ, അതായത് UDF നേതൃത്വം കൊടുക്കുന്ന കേരള സർക്കാരാണ് ഈ പറയുന്ന പ്രതികളെ പിടിച്ചിരിക്കുന്നത്. അവിടെ ഒരു വിട്ടുവീഴ്ച മനോഭാവവുമില്ലാതെ സർക്കാരിൻ്റെ നയം എന്താണ് എന്നുള്ളത്, ഈ പറയുന്ന മാഫിയക്കെതിരെയുള്ള പോരാട്ടമാണ് എന്നുള്ളത് നിശ്ചയദാർഢ്യത്തോടുകൂടി തെളിയിക്കുന്ന സർക്കാരാണ് എന്ന് വീണ്ടും തെളിയിക്കുന്ന രീതിയിലേക്കാണ് ഈ പറയുന്ന പ്രതികളെ പിടിച്ചപ്പോൾ ഈ പറയുന്ന ബന്ധങ്ങൾ പറയുന്നുണ്ട്, ഫോട്ടോ എടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം, യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളും ഈ BD സതീശനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിശദീകരണവും അവർ തന്നിട്ടുണ്ട്. അതിനകത്ത് എന്താണ് ഇത്ര വലിയ പ്രയാസം അനുഭവിക്കുന്ന കാര്യം? ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും ഉത്തരമല്ല ഇതിൻ്റെ ഉത്തരം K. അനിൽകുമാറും അല്ലെങ്കിൽ രതീഷ് ചക്രവാണിയുടെ നിരീക്ഷണവും വരട്ടെ. എൻ്റെ സംശയം ഇതാണ്, ആ ദൃശ്യങ്ങളൊന്ന് കാട്ടുക. അതായത് 2023 നവകേരള സദസ്സ് 2023 നവംബറിലല്ലേ തുടങ്ങുന്നത്? എങ്ങനെയാണിതാ 2021 ഈ ഹുസൈൻ മുസാഫിറിൻ്റെ പോസ്റ്റ് BD സതീശനുമൊത്തുള്ള, അത് പ്രതിപക്ഷ നേതാവാണ്. മാത്രമല്ല അതിലെ ഡേറ്റ് 2021 അതും ഗാഢമായ ബന്ധമുള്ള ദൃശ്യങ്ങളാണ്. അതായത് കാഷ്വൽ ഡ്രസ്സിൽ ഇന്നത്തെ മുഖ്യമന്ത്രി നിൽക്കുന്നു, അതടക്കമുള്ളതാണ്. മാത്രമല്ല ആഗ്രഹങ്ങൾ നിറവേറ്റി തന്ന നേതാവ് എന്ന് പറയുന്നു. ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഗാഢമായ ഗന്ധമാണ് എന്ന്. ആഗ്രഹങ്ങൾ നിറവേറ്റി തന്ന നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയയുടെ ഭാഗഭാക്കായതിൽ വലിയ അഭിമാനം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒരിക്കലും കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടീം ഇല്ല. അദ്ദേഹം വിശദീകരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞതോ വായിച്ചു നോക്കൂ. രാഷ്ട്രീയ നയങ്ങളിൽ കൃത്യമായ നിലപാടും വ്യക്തമായ വീക്ഷണവുമുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയ ടീമിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമേറെ തോന്നുന്നു. ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന നേതാവിന് അത് ആർക്കും എഴുതാമല്ലോ. ഈ പറയുന്ന പിന്നെ സൈബർ ഹാൻഡിലുകളിൽ CPM-മായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ BJP-യുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായി ബന്ധപ്പെട്ട സൈബർ ഹാൻഡിലുകൾ പലതും കാണുമല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള ഹാൻഡിലിൽ പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെയുള്ള, അല്ലാതെ ഒഫീഷ്യലായിട്ടോ അല്ല അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയോ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളും ഇന്ന് കേരളത്തിലില്ല. അദ്ദേഹത്തിന് അങ്ങനെ സോഷ്യൽ മീഡിയ ടീമൊന്നും കേരളത്തിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അങ്ങനെ പറയാം, പക്ഷേ അത് ജനങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾക്ക് അത് ബോധ്യമാകണമെന്നില്ല. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. എൻ്റെ ചോദ്യം 2 എണ്ണമാണ് രജനി സുണ്ണിത്താൻ. ഒന്ന്, അതൊന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകാം. നമ്മൾ ചുമ്മാ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമല്ലോ. ജനങ്ങൾക്കും പ്രേക്ഷകർക്കും ഇതൊക്കെ പെറുക്കിയെടുക്കാൻ പറ്റണം. നിങ്ങളുടെ വിശദീകരണമാണെങ്കിൽ, CPIM-ന്റെ വിശദീകരണമാണെങ്കിൽ, നിരീക്ഷകരുടെ വിഷയമാണെങ്കിൽ, ഇവർ പറയുന്നതൊക്കെ ജനങ്ങൾക്ക് പെറുക്കിയെടുക്കാനാകണം. അതാണ് ഈ ചർച്ചയുടെ യഥാർത്ഥത്തിൽ ഉദ്ദേശം. തർക്കിക്കുകയും ഒന്നുമല്ല.
അറിയാനും അറിയിക്കാനുമാണ്. നാരായണ ഗുരു പറഞ്ഞ പോലെ സംവാദം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. 2023 നവകേരള സദസ്സ് തുടങ്ങിയെങ്കിൽ എങ്ങനെയാണ് 2021 പ്രതിപക്ഷ നേതാവുമായി, അന്നത്തെ പ്രതിപക്ഷ നേതാവുമായി ബന്ധം വരിക? അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കളവല്ലേ? അങ്ങനെ എങ്ങനെയാണ് കള്ളം പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പറയുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ ഒരാളെ കാണാൻ പോകുന്നു. അത് തൊട്ടേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. അതിന് മുമ്പ് ആർക്കും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാവുന്നേ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നവർ എങ്ങനെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്കും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. അദ്ദേഹം ഒരിക്കലും തട്ടിമാറ്റത്തില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ ഹുസൈൻ മുസാഫിറുമായി ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹവുമായി അത് മുമ്പോട്ടുള്ള ബന്ധമുണ്ടെന്ന് നിങ്ങൾ എന്ത് ആധികാരികതയുടെ പേരിലാണ് പറയുന്നത്? ശരി, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഹുസൈൻ മുസാഫിറുമായുള്ള എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ടോ ഫോട്ടോ ഇട്ടെന്നും പറഞ്ഞുകൊണ്ടോ അതുമായി മുമ്പുള്ള ബന്ധമുണ്ടെന്ന് എന്ത് ആധികാരികയുടെ പേരിലാണ് അഭിഷാദെ പറയുന്നത്? ആളുകൾ പറക്കിയെടുക്കട്ടെ. നിങ്ങൾ ആധികാരികയുടെ പേരിലാണ് നിങ്ങൾ പറയുന്നത്. രജന സുന്നിത്താൻ, അബ്ദുൽ സലാമുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. പിന്നീട് മറ്റ് പ്രതികളുണ്ട്, അവരുമായിട്ടുള്ള ദൃശ്യങ്ങളുമുണ്ട്, അതേ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട്. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഹുസൈൻ മുസാഫിറുമായി കളങ്കവുമില്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി പൊതുസമൂഹത്തിന് പ്രസ് മീറ്റ് ഇരുന്നാ പറഞ്ഞത്. അത് കാര്യമല്ല, പറഞ്ഞത് എന്ത് എന്നുള്ളതാണ് വിഷയം. അതായത് ഈ ഹുസൈൻ മുസാഫിറുമായി ഈ അവിടുത്തെ നാട്ടുകാരും കോൺഗ്രസ്സുകാരും എല്ലാം പരിചയപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് താൻ കണ്ടത്, താൻ പോയത്. നവകേരള സദസ്സിന് ശേഷം അടികൊണ്ടു, അങ്ങനെ ആണ് പോയത്, തിരുമലിന് ശേഷം കണ്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത ഇന്ന് ഗോവിന്ദ മാഷ് കോട്ട് ചെയ്തു. മാതൃഭൂമി പത്രം സ്ക്രീനിലിട്ട് കാണിച്ചിട്ടാണ്. കാരണം അതിൽ പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവായിരിക്കെ ഈ ഹുസൈൻ്റെ വീട്ടിൽ വി.ഡി. സതീശൻ എത്തിയതിന് ശേഷമാണ് അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ പോലും ഈ ഹുസൈനെ ആ അർത്ഥത്തിൽ തിരിച്ചറിയുന്നതെന്ന് വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞത്. അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ 2023 പരിചയം 2021 തുടങ്ങുന്നു. ടൈം ആൻഡ് സ്പേസ് ഒക്കെ മാറുകയാണ്. പ്രതിപക്ഷ നേതാവ് അവിടെ പോകുന്നത് പിന്നെ എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവ് ആ പറയുന്ന പോയിന്റ് എങ്ങനെയാണ്? അവിടുത്തെ MLA, അവിടുത്തെ ജനപ്രതിനിധികളും കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെയാണ് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന വ്യക്തിയുടെ, ഈ പറയുന്ന ആളുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ആളുകൾ അവിടെ പ്രതിപക്ഷ നേതാവ് വന്നപ്പോഴാണ് ആളുകൾ അറിയുന്നത് എന്ന് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊരു സംഭവം നടന്നാൽ പ്രതിപക്ഷ നേതാവ് ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും. സ്വാഭാവികമല്ലേ? താങ്കൾ വിശദമായ ഉത്തരം പറഞ്ഞു. ഇനി നമുക്ക് ഈ ഉത്തരത്തിന്മേലുള്ള ചർച്ച തന്നെ തുടരാം. ശ്രീ കെ അനിൽകുമാർ, ഇന്ന് മുഖ്യമന്ത്രി എനിക്ക് അജിംഷാദിനോട് ചോദിക്കാൻ ഒറ്റ ചോദ്യം, ഒരു ഈ ചർച്ചയെ സമ്പന്നമാക്കാൻ വേണ്ടി, അല്ലെ അങ്ങ് പറഞ്ഞ പോലെ ഈ പ്രേക്ഷകർക്ക് പറക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അങ്ങ് നിർത്തിയേക്കാം. ഈ പറയുന്ന അഖിൽ രാജ് DYFIയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു, CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു. 46 ഗ്രാം MDMA ആയിട്ടാണ് പിടിക്കപ്പെട്ടത്. മുസ്ഫിൻ, അതുപോലെ വിഘ്നേഷ്, റഷീദ്, അതുപോലെ ശ്രീജിത്ത്, പിന്നെ ബിനീഷ് കോടിയുടെ കാര്യം പറയണം. ഇപ്പൊ ഈ അടുത്ത 2 അധ്യാപകരെ പിടിച്ചല്ലോ നിങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട്. ബിനീഷ് കോടിയുടെ പേര് പറയരുത്, നിങ്ങൾ അകത്താകും. കാരണം നിങ്ങൾക്കെതിരെ അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അദ്ദേഹം അത് വിടൂ. ഞാൻ തിരിച്ചെത്താം. രജിൻ അനാവശ്യമായി ഒന്ന് പറയട്ടെ അജിംഷാദെ, ഈ പറയുന്ന ആളുകളുമായി ബന്ധപ്പെട്ട അന്ന് വന്നപ്പോൾ ഇത് പറയുന്ന മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി സംവിധാനത്തിലുള്ള ആരെങ്കിലും ഇതുപോലെ വന്നിരുന്നിട്ട് ഇത് ഞങ്ങളുടെ ആളുകളാണ് കാണിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രതികളാണെന്നോ